let others join quickly. Anyways, we will just have an introductory talk. Okay. So, yes, good evening. How many of you are there here? How many of you are plus one students here? I know two students are for plus one, I know. Anyone else? What about Leah? Leah, are you a plus one student? Yeah, ma'am. Okay, so did you get admission? Yeah. Very good. For which group have you joined? Bioscience. Bioscience. Okay, so did you get it in the same school? Yeah, yeah. Yeah, very good. Congratulations, students. So what about Dia? Did you get admission? Yes, ma'am. Yes, ma'am. Okay, so in the same school where you studied 10th. Yeah, അവിടെ തന്നെ കിട്ടി. Okay, very good. What about Shabna? Did you get admission? Yes, ma'am. Okay, for what group have you applied? Humanities. Humanities. Very good. Very good. So all the very best. So what is your ambition, Shabna? Because you have selected humanities. So what do you want to become in life? IAS. Very good. So those who are preparing, those who want to prepare for civil service examinations, those who are aspiring civil servants, definitely go for humanities group. Okay, I'm telling this to Soni, Alona, and Srija Rajan. Okay, if your aim is to prepare for UPSC in the future, definitely go for humanities group. As I already told this information in the previous session that humanities is not a least subject. Okay, because during my school time, okay, there was a bad impression on that particular group. Okay, and many students they used to think that humanities group is chosen by students who don't have much marks in their SSLC examination എന്ന് വിചാരിച്ച് തെറ്റായിട്ടുള്ള ചിന്ത പലവേരിലും ഉണ്ടായിട്ടുണ്ട്. SSLCക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കുള്ളൂ, കൂടുതൽ മാർക്കുള്ള കുട്ടികൾ സയൻസ് ഗ്രൂപ്പേ എടുക്കുള്ളൂ, നല്ല മാർക്ക് ഫുൾ A+ കിട്ടിയാൽ ബയോസയൻസിൽ പോവാനേ പാടുള്ളൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പോവാനേ പാടുള്ളൂ, ഓർ കോമേഴ്സിന് പോവാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇത് ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. ബട്ട് ഞാൻ പഠിച്ച സ്കൂളിലും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ എല്ലാ കുട്ടികളുടെയും ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ബട്ട് വെൻ ഐ വെൻ ടു തമിഴ്നാട് ഫോർ ഗ്രാജുവേഷൻ, അറ്റ് ദാറ്റ് ടൈം ഐ അണ്ടർസ്റ്റുഡ് തമിഴ്നാട്ടിൽ ടോട്ടലി 3 ഗ്രൂപ്പ്സ് ഉണ്ട്, പക്ഷെ അവിടെ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇല്ല. അവിടെ എങ്ങനെയാ 3 ഗ്രൂപ്പ് വരുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് ബയോമാത്സ്, അതായത് നമ്മുടെ ബയോ സയൻസിനെ അവർ ബയോമാത്സ് എന്നാണ് പറയാ, അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, PCM എന്ന് പറയും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. PCM ഗ്രൂപ്പ് എന്ന് പറയും, സോറി PCB എന്ന് പറയും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പിന്നെ വരുന്നതാണ് ബയോമാത്സ് പോലെ തന്നെ കമ്പ്യൂട്ടർ മാത്സ്. കമ്പ്യൂട്ടർ മാത്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. അതിന് PCM എന്ന് പറയും. PCB എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോ സയൻസും, PCM എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസും. രണ്ട് ഗ്രൂപ്പായില്ല. പിന്നെ തേർഡ് ഗ്രൂപ്പ് കോമേഴ്സ് ആണ്. അപ്പൊ അവിടെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസിനെ കാട്ടിലും നമ്മൾ ബ്ലെസ്ഡ് ആണ്. കാരണം UPSCക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹ്യൂമാനിറ്റി ഗ്രൂപ്പ് ചൂസ് ചെയ്യാം. ആൻഡ് ഇപ്പോ ലാസ്റ്റ് +2ന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തപ്പോൾ ഒരു 2-3 വീക്സ് മുമ്പ് മെയില് അല്ലെ അനൗൺസ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് എന്റെ സ്കൂളിലെ ഒരു കുട്ടി സ്കൂൾ ടോപ്പർ ആയിട്ടുണ്ട്. സ്കൂൾ ടോപ്പർ ഏത് ഗ്രൂപ്പ് ആണെന്ന് നോക്കിയപ്പോൾ ഐ വാസ് ടോട്ടലി സർപ്രൈസ്ഡ്, ഹി ബിലോങ് ടു ദ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. ഓക്കെ, ഹ്യൂമാനിറ്റി ഗ്രൂപ്പിലാണ് 90% കൂടുതൽ സ്കോർ വാങ്ങിയിട്ടുള്ളത് ഈ കുട്ടി. അപ്പൊ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു റോങ് ആയിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടെങ്കിൽ മക്കളെ മാറ്റുക. ഓക്കെ, ഈവൻ ഇപ്പൊ ഞാൻ പറയാണ്, ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടാണ് ഹ്യൂമാനിറ്റീസിൽ പോയത്, ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരും. സയൻസിന് പോകണമെന്ന് വിചാരിച്ചിട്ട് സയൻസിന് പോകാൻ പറ്റാണ്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് കോമേഴ്സോ ഹ്യൂമാനിറ്റീസിലേക്കോ കയറേണ്ടി വരാം. അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് മാക്സിമം നിങ്ങൾ അവിടെ കൊടുക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കൂൾ ടോപ്പർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ ടോപ്പർ ആവാൻ പറ്റും. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സബ്ജക്റ്റും മറ്റൊരു സബ്ജക്റ്റിനെക്കാട്ടിലും ലീസ്റ്റ് അല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഷബ്ന എന്തായാലും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മോളെ കേട്ടോ. കാരണം കുറെ എഴുതാനുണ്ടാവില്ലേ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോ. ഇംഗ്ലീഷ് ആയിരിക്കും, അല്ല ഇംഗ്ലീഷ് മീഡിയം അല്ലേ ഷബ്ന? +1 +2 ഇംഗ്ലീഷ് മീഡിയം തന്നെയല്ലേ? അല്ല. മലയാളമാണോ ചൂസ് ചെയ്തത്? യെസ്. ഓ ഓക്കെ, എന്തായാലും ഇംഗ്ലീഷിന് ഒരു സബ്ജക്ട് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. +2 വരെയുള്ള സ്റ്റുഡൻസിന് നിർബന്ധമായിട്ടും ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. കാരണം ബേസിക്സും അതുപോലെ തന്നെ ഒത്തിരി ടോപ്പിക്സും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. പാരഗ്രാഫ് റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറും വൊക്കാബുലറിയും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഒരു കോണ്ടന്റ് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. സോ
attend this class regularly. This is applicable for all students. Okay. So yes, once again, good evening. I think we can start the session. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് നോക്കിയിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇതായിരുന്നു ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത സ്ലൈഡ്. 500 ഇംഗ്ലീഷ് സെന്റൻസസ് എന്ന് പറയുന്ന ഈ ഒരു സ്ലൈഡ് ആയിരുന്നു. ഇവിടെ 500 ഇല്ല, ബട്ട് ആ ഒരു ഹെഡിങ്ങിന്റെ താഴെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, സോ മോർ സെന്റൻസസ് അവൈലബിൾ ആണ് ഈ ഇതിൽ englishstudyhere.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ, ഞാനൊരു സാമ്പിളിന് ജസ്റ്റ് ഒരു പിക്ചർ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് പഠിച്ചു. ഡസ് എനിവൺ റിമെമ്പർ ദ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്? What are the 4 types of sentences? Can anyone tell? At least one type എങ്കിലും. Yes. Yeah. Yes, SV Alona. sentence, SVO sentence, SVOC sentence. Okay, SV, SVO, SVOC. പിന്നെ ഏതാണ് അലോണ? SVC sentences. SVC sentences. Okay, SVOC. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞിരുന്നു. Do you remember that? OVS സെന്റൻസസ് പറഞ്ഞു. OVS നമ്മൾ പാസീവ് വോയിസിൽ യൂസ് ചെയ്യുന്നതാണ് OVS എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അതൊക്കെ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. നിങ്ങൾ മക്കൾ പറഞ്ഞത് SV, SVO, SVC, SVOC, OVS, ഇങ്ങനെ 5 പാറ്റേൺസ് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ ഈ 5 പാറ്റേൺസ് എന്ന് പറയുന്നത് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. SV ഞാൻ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. SV, SVO, SVC, SVOC, പിന്നെ OVS. Yes, these 5 patterns are sentence structures. I'm asking the different types of sentences based on the symbols or based on the punctuations നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് എടുത്തതാണല്ലോ. ഓക്കെ, മിസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ. അതായത് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്ന സെന്റൻസസ്, ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുന്ന സെന്റൻസസ്, എക്സ്ക്ലമേഷനിൽ എൻഡ് ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ 4 ടൈപ്സ് പഠിച്ചില്ലേ? Exclamatory sentences, imperative sentences. then രണ്ടെണ്ണം കൂടെ വരട്ടെ. യെസ്, ദിയ. Exclamatory sentences, imperative sentences, two more. Yes, Diya, you can answer, please. Questions എന്ത് പറയും നമ്മള്? Question tag ആണോ? അല്ല മോളെ, interrogative sentences. Okay, last one, full stop end ചെയ്യുന്നവർക്ക് എന്ത് പറയും നമ്മൾ? Statementsന് എന്ത് പറയും? I think many of you might know this answer. Statementsന് നമ്മൾ എന്താണ് പറയാ? അതിന് 2 പേരുണ്ട്. There are 2 names for that sentence. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെയിമാണ്, ഡിയിലും സ്റ്റാർട്ട് ചെയ്യും. കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. നോടാ, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ ടൈപ്പ് തന്നെ. WH ക്വസ്റ്റ്യൻസും എസ് ഓർ നോ ക്വസ്റ്റ്യൻസും 2 ടൈപ്പാണ്. ഓക്കെ, ഞാൻ തന്നെ പറയട്ടെ, ആർക്കും കിട്ടുന്നില്ല? ഓക്കെ, ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ്, നോ പ്രോബ്ലം. ഞാൻ നിങ്ങൾക്ക് ആ ഫസ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് നിങ്ങളെ നാവിഗേറ്റ് ചെയ്യിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. യെസ്, ഈ 4 ടൈപ്സ് ആണ് ഞാൻ ചോദിച്ചത്. Assertive sentences, interrogative sentences, imperative sentences and exclamatory sentences. If ഇതിൽ assertive sentences എന്ന് പറയുന്നവർ they end in a full stop. Interrogative sentences end in a question mark. Imperative sentences also end in full stop. And exclamatory sentences will end in exclamation mark. അപ്പൊ നമുക്ക് punctuation ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്തത്. അപ്പൊ assertive sentences full stopലും, interrogative sentences ഒരു question markലും, imperative again full stopലും, exclamatory നമ്മുടെ exclamation markലുമായിട്ട് end ആകും. So now let me ask you a question. What is the difference between assertive sentences and imperative sentences? Both are ending in full stops. But how to understand whether it is an assertive or imperative sentence? ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും. Did you understand my question? See, assertive sentences also end in full stop. Imperative sentences also end in full stop. But how can I understand if I see a sentence
ഓ ഇത് ഇമ്പറേറ്റീവ് ആണ് അല്ല ഇത് അസേർട്ടീവ് ആണ്. ഹൗ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ്? ഹൗ ക്യാൻ ഐ ഡിഫറൻഷിയേറ്റ് ദം? അതിനൊരു പ്രധാന വാക്കുണ്ട്. യെസ് സംബഡി. ഓക്കെ, അസേർട്ടീവ് സെന്റൻസസ് ആർ സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ്? സ്റ്റേറ്റ്മെന്റുകളാണ്. അസേർട്ടീവ് സെന്റൻസസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ മൈ നെയിം ഈസ് ലിയ, ഐ എം ഗോയിങ് ടു സ്കൂൾ, ഷീ ഈസ് മൈ ഫ്രണ്ട്, ഐ ആം എൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ കുറിച്ച് അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അതെന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ആണ്. whereas imperative sentences are requests, commands, then orders. For example, go to your class എന്ന് പറഞ്ഞാൽ that is an order. It's a strict order. Maintain silence എന്ന് പറഞ്ഞാൽ that is again an order. Please help me എന്ന് പറഞ്ഞാൽ that is a request. അല്ലെങ്കിൽ please keep your footwear outside. പ്ലീസ് കീപ് യുവർ ഫുട്വെയർ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ് കുറെ പ്ലേസസിൽ നമ്മൾ കാണും. ടെമ്പിൾസിന്റെ മുന്നിലും ചേർച്ചസിന്റെ മുന്നിലും ഒക്കെ നമ്മൾ കാണും അല്ലെ? പ്ലീസ് കീപ് യുവർ ഫുട്വെയർ ഔട്ട്സൈഡ്, പാദരക്ഷകൾ പുറത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട്. സോ ദാറ്റ് ഇസ് അഗെയിൻ എ റിക്വസ്റ്റ്. പ്ലീസ് ഡു നോട്ട് സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത്. അപ്പൊ അതെന്താണ്? ദാറ്റ് ഇസ് അഗെയിൻ ഇറ്റ്സ് ആൻ ഓർഡർ ഓർ എ കമാൻഡ്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഡു നോട്ട് സ്മോക്ക്. ഓക്കെ, അങ്ങനെ പറയും. അതുപോലെ എന്താണ്? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഈ ടാഗ് ലൈൻ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സിനിമ കാണുമ്പോൾ സിനിമകളിൽ കാണാം, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സിനിമയിൽ ഏതെങ്കിലും സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന സീന് വന്നാൽ ഇമീഡിയറ്റ്ലി താഴെ കാണാറില്ലേ? യെസ് ഓർ നോ? Yes, ma'am. യെസ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതിന് എന്താണ് പറയാ? സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്നാണ് പറയാ അതിന്. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞായിട്ട് എഴുതിയിട്ടുണ്ടാവും. ടിവിന്റെ സ്ക്രീനിന്റെ അടുത്ത് പോയി നിന്നാലേ അത് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന് പറഞ്ഞാൽ കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു വാർണിംഗ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ ഇസ് പണിഷബിൾ. അത് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പൊ നമ്മൾ കുറച്ച് വയലൻസ് ഒക്കെ വരുന്ന സീനുകളാണെങ്കിൽ താഴെ എഴുതി കാണിക്കും വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഇസ് പണിഷബിൾ. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് എന്താണ്? കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്സ് ആണ്. അപ്പൊ ഇതൊന്നും അസേർട്ടീവ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് അല്ല. ഫുൾ സ്റ്റോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആർ നോട്ട് അസേർട്ടീവ് സെന്റൻസസ്, ദേ ആർ ഇംപെരേറ്റീവ് സെന്റൻസസ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഓർഡേഴ്സ്, കമാൻഡ്സ്, വാർണിംഗ്സ്, റിക്വസ്റ്റ്, ഇതൊക്കെയാണ് ഇംപെരേറ്റീവ് സെന്റൻസസ്. പക്ഷെ ഇവർ എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. മനസ്സിലായില്ലേ? ലാസ്റ്റ് വൺ എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. നമ്മുടെ എക്സ്ക്ലമേഷൻ സൈൻ യൂസ് ചെയ്തിട്ട് വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡോൾ, അല്ലെങ്കിൽ വാവ് വാട്ട് ആൻ അമേസിംഗ് ഗേൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് എക്സ്ക്ലെയിം ചെയ്ത് പറയാണ്. സോ ദേ ആർ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. പിന്നെ നമ്മൾ ഒരുപാട് എക്സ്ക്ലമേറ്ററി വേർഡ്സ് നോക്കി. വാവ്, യേ, ഹുറേ, ഹെയിൽ. പിന്നെ അതേപോലെ നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓ, ഓ നോ, അലാസ്, അയ്യോ, ഊപ്സ്. ഓക്കെ, ദീസ് ആർ ഓൾ സം എക്സ്ക്ലമേറ്ററി വേർഡ്സ്. അപ്പൊ എക്സ്ക്ലമേറ്ററി വേർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യാൻ പറ്റും. ഈ എക്സ്ക്ലമേറ്ററി വേർഡ്സ് ഒന്നും ഇല്ലാണ്ടേ നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ വാട്ട് ഡു യു മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എക്സ്ക്ലമേഷൻ ആയിരിക്കും ഇടുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ അത്രയും നമ്മൾ ഒരു ഇമോഷൻ അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ക്ലമേറ്ററി സൈന് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസസിൽ നോക്കൂ. യേ, ഐ സ്കോർഡ് ഫുൾ മാർക്സ്. സോ ഹിയർ യേ എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അലാസ്, ഹി ലോസ്റ്റ് ദ ഗെയിം എന്ന് പറയുമ്പോൾ അലാസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് എക്സ്ക്ലമേറ്ററി വേർഡ് ആണ്. ബട്ട് തേർഡ് സെന്റൻസിൽ നോക്കൂ, വാട്ട് എ ത്രില്ലിംഗ് മാച്ച് ഇറ്റ് വാസ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഞാൻ എക്സ്ക്ലമേറ്ററി വേർഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വാട്ട് എന്നുള്ളത് വേർഡ് ഇറ്റ് ഇസ് ആക്ച്വലി എ ക്വസ്റ്റ്യൻ വേർഡ്, റൈറ്റ്? വാട്ട് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണല്ലോ. ബട്ട് ഐ എം യൂസിങ് ഇറ്റ് ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസസിന് എക്സ്ക്ലമേറ്ററി വേർഡ്സ് വന്നാലേ എഴുതാൻ പാടുള്ളൂ എന്നില്ല. ഈവൻ ദർ ആർ അതർ കേസസ് വിച്ച് വി ക്യാൻ write. Okay, so we completed till this positive and negative exclamatory words എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ 500 ഇംഗ്ലീഷ് സെന്റൻസസ് എന്നുള്ളത് നോക്കിയത്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 5 പോസിറ്റീവ് വേർഡ്സ് ആൻഡ് 6 നെഗറ്റീവ് വേർഡ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഹുറേ, യേ, ഹുറേ ഇതൊക്കെ വന്നിട്ട് സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. വാട്ട് ഇസ് മീൻ ബൈ യുറേക്ക? യുറേക്ക, എനി ഐഡിയ? ഒരു സാധനം കിട്ടുമ്പോൾ അത്ഭുതമായിട്ട് പറയുന്ന വാക്കല്ലേ? യെസ്, ഫോർ എക്സാമ്പിൾ യു ഡിസ്കവർ സംതിങ് അൺഎക്സ്പെക്ടഡ്ലി. ഓക്കെ, പെട്ടെന്ന് എന്താ പറയാ? അപ്പോ നമ്മുടെ വീടിന്റെ മുറ്റത്ത് തൊടിയിന്ന് എന്തെങ്കിലും കിട്ടി, വലിയൊരു സ്വർണത്തിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടി.
Okay, വലിയൊരു നിധി കിട്ടി. If you imagine that you get a treasure from the ground, you can tell Eureka, I got a treasure എന്ന് പറയാം. Okay, imagine like that. Okay, similarly, hail. Hail എന്ന് പറഞ്ഞാൽ എന്താണ്? I recently saw this word in the newspaper also. IPL ഏത് ടീം വിൻ ചെയ്തു? Which team won the IPL 2025? RCB. Yes, RCB. RCB. ഇപ്പൊ ഞാൻ ഹെയിൽ RCB എന്ന് പറയുകയാണെങ്കിൽ RCB എന്നും ജയിക്കട്ടെ, RCB എന്നും ഉയരട്ടെ. So you are appreciating the team, you are praising the team. Okay, RCB നീണാൾ വാഴട്ടെ. You are praising that particular team. What is RCB full form, please? Anybody? അതെങ്കിലും പറയും മക്കളെ. RCBന്റെ ഫുൾ ഫോം പോട്ടെ, വീട്ടിൽ കണ്ടുപിടിക്കൂ. ഓക്കെ, സോ ഹോംവർക്ക്. RCBന്റെ ഫുൾ ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, സോ യെസ്, കമ്മിങ് ബാക്ക്. അപ്പൊ യുറീക്ക, ഹെയിൽ, യേ, ഹുറേ, വോവ് ഇതെല്ലാം എന്താണ്? എക്സ്ക്ലമേറ്ററി, പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്ക്ലമേറ്ററി വേർഡ്സ് ആണ്. കമ്മിങ് ടു നെഗറ്റീവ് വേർഡ്സ്, അയ്യോ. അയ്യോ is initially a South Indian word, but later it was considered as an English exclamatory word in the Oxford Dictionary. I don't remember the year, but maybe we can check it. Okay, ഈ അയ്യോ എന്ന് പറയുന്നത് ഏത് ഇയറിലാണ് വന്നത്? Okay, I am just typing. അയ്യോ is a word. Is അയ്യോ a English word എന്ന് ചോദിക്കുന്നുണ്ട്. Let us see what is the answer. See. Yes, ayyo is an English word, specifically an interjection used in Indian English. Interjections അല്ലേ ഇവരൊക്കെ? Parts of speech interjections എന്ന് പറഞ്ഞാൽ എന്താണ്? Exclamatory words ആണ്. It has been added to the Oxford English Dictionary. It is used to express a range of emotions, including surprise, distress, regret. Distress എന്ന് പറഞ്ഞാൽ ഒരു വിഷമം. Okay, അതുപോലെ regret എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റബോധം. Or even sometimes happiness, particularly in South India. South India എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സാ വരിക മക്കളെ? സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കേരള, തമിഴ്നാടു. Then three more states ഉണ്ട്. Very good. കർണാടക. കർണാടക. പിന്നെ രണ്ടെണ്ണം കേരള, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ആന്ധ്രാപ്രദേശ് മുമ്പ് ഒരു സ്റ്റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. തെലങ്കാന എന്ന് പറഞ്ഞിട്ടും ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ടും. ഇതിന്റെ ഒക്കെ ക്യാപിറ്റൽസും കൂടെ നിങ്ങൾ പഠിക്കണം. എത്ര പേർക്ക് 28 സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റൽസും ബൈ ഹാർട്ട് ആയിട്ട് അറിയാം? എത്ര പേർക്ക് അറിയാം? ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്തേ. Sony Jomon has commented Royal Challengers Bengaluru. Very good. 28 സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റൽസും എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പൊ അതിൽ സ്റ്റേറ്റ്സ് പഠിക്കുമ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അപ്പൊ ടോട്ടലി 5 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ലാംഗ്വേജിലും ഈ 5 സ്റ്റേറ്റ്സിലും പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി വേർഡ് ആണ് അയ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇംഗ്ലീഷിലായിരിക്കും. ഇഫ് ഐ എം നോട്ട് റോങ്, ഇറ്റ് വാസ് അക്സെപ്റ്റഡ് ഇൻ 2013 ഓർ 2014 ഐ തിങ്ക്. ഓക്കെ, അത് എക്സാക്ട് ആയിട്ട് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് അതും കൂടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് നോക്കാം. In which year? Okay, 1 second. Yes, in which year the word ayyo was accepted as an English word? Okay, this is the question. Let us see. Oh, my answer goes wrong. Okay, the word ayyo was added to the Oxford English Dictionary in 2016. So, Miss 10th കഴിഞ്ഞിട്ട് ആ സമയത്ത് it was part of a larger update to the dictionary that included several other words from Indian languages. Okay, and the Oxford Dictionary, English Dictionary defines ayyo as in southern India and Sri Lanka, expressing distress, regret or grief. Oh no, oh dear, etc. അതിനെയാണ് അയ്യോ എന്ന് നമ്മൾ പറയുമ്പോൾ അയ്യോ എന്റെ കഷ്ടമായിപ്പോ എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പൊ അത് ഓ നോ, ഓ ഡിയർ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിലാണ് ഈ അയ്യോ. 2016 അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡോണ്ട് ഫർഗെറ്റ് ദ ഇയർ 2016. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്താണ് എക്സ്ക്ലമേറ്ററി വേർഡ്സ് കഴിഞ്ഞു. ഗോട്ട് ഇറ്റ്? അപ്പൊ ചെറിയൊരു നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ലേണിംഗ് എപ്പോഴും എന്താണ് റിസർച്ച് ബേസ്ഡ് ലേണിംഗ് ആണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ,
ഇപ്പൊ ഒരാൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഇത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ പാർട്ടാണ്, ബട്ട് യു ഹാവ് ടു ഗോ ആൻഡ് സെർച്ച് ഇറ്റ്. അങ്ങനെ ആണെങ്കിൽ ഏത് ഇയറിൽ അത് ഇൻക്ലൂഡ് ചെയ്തു? യു ഹാവ് ടു ഡു ദീസ് കൈൻഡ്സ് ഓഫ് റീസെർച്ച് വർക്ക്. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് പോകാം. This is a small example for different types of sentences. Just ഓരോരുത്തരും ഇതില് കാണുന്ന interrogative sentences മാത്രം ഒന്ന് read ചെയ്യാം. Okay, there are a few interrogative sentences are there in this list. ഓരോരുത്തർ ഓരോ interrogative sentence ഒന്ന് read ചെയ്യാം. I will start with Alona. Find out the interrogative sentence and read it. Yeah. When does class begin tomorrow? Very good. This is the first interrogative sentence. Next one, Srija Rajan. May I know your name, Srija? Hello, ma'am. Hello, what's your name? Adinath MP. Adinath. Okay, Adinath, can you identify the next interrogative sentence? Do they eat meat? Okay, do they eat meat? That is an interrogative. Very good. Thank you. Next, Dia. Yes, ma'am. How Yeah, often does it rain in London? do sala, does. Okay. How Yes, ma'am. often does it rain in London? Very good. So now coming to Leah. When does the train usually leave? Okay, when does the train usually leave? That is also an interrogative sentence. Yes, Shabna. ഒരു interrogative sentence ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഷബ്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോഴേ നമുക്ക് ക്ലാസ്സിൽ ഒരു ലൈവ്ലിനെസ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ നെക്സ്റ്റ് ആരാണ്? ഷബ്ന ആൻസർ ചെയ്യുന്നോ? ക്യാൻ യു ഐഡന്റിഫൈ? ഓക്കെ, നീത TS, ആർ യു ദർ? നീതയുണ്ടോ? ഓക്കെ, what about Sony Jamon? Yes. Yes, ma'am. Yeah, can you, is your name Sony Jamon? Jia Jomon. Jia Jamon. Okay, Jia, can you identify one interrogative sentence? Does she live in Paris? Very good. Does she live in Paris? Okay. So now I will not tell ini etra undu, I will not tell how many more words are there, how many more sentences are there. You have to find it. Dia, can you please? Yes, ma'am. Do you play the piano? Okay. So there is one last question just before that question. Who lives in Madrid? So there are totally 7 interrogative sentences out of these sentences. അപ്പോൾ എന്തിനാണ് ഞാൻ ഇത് എടുത്ത് കാണിച്ചത് എന്ന് വെച്ചാല്, if you are using 100 sentences daily, imagine that you are using 100 sentences every day in English. Out of that, 90% of the sentences will be statements, that is assertive sentences. Only 5% or 6% will be interrogative sentences. And just 2% will be imperative sentences. And remaining 2% or maybe 1% will be exclamatory sentences. Okay, but exclamatory is the least type of sentence that we use every day. After that comes imperative. Pinna commonly used ആണ് interrogative, and the most commonly used is assertive. All right, interrogative sentences are used, but it is not as commonly used as assertive sentences, because only if you have some questions you need to ask questions, no? Otherwise we don't have to ask questions. Okay, അതാണ് ഇവിടെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. മെജോറിറ്റി എന്താണ്? അസേർട്ടീവ് സെന്റൻസസ് ആണ്. പിന്നെ ഇതിൽ ഇമ്പറേറ്റീവും എക്സ്ക്ലമേഷനും ഇല്ല, അതിൽ എക്സ്ക്ലമേറ്ററി ഇല്ല. ഓക്കെ, സോ നൗ കമ്മിങ് ടു ടുഡേസ് ലെസൺ, നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന പാർട്ടാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്ന പാർട്ട്. സോ വാട്ട് ഈസ് മെൻ ബൈ എ പോസിറ്റീവ് സെന്റൻസ് ആൻഡ് എ നെഗറ്റീവ് സെന്റൻസ്? സോ പോസിറ്റീവ് സെന്റൻസ് ഇസ് സംതിങ് that tells something is like this. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ അല്ല എന്ന് പറയുകയാണെങ്കിൽ then we call it a negative sentence. So we have 3 pairs of sentences here.
I will just read them. First pair says, I have money and I don't have money. The second pair tells, I like ice creams and I don't like ice creams. And the final pair tells, I am an Indian and I am not an Indian. So, can somebody identify the positive sentences here? I Yes, have Alona. money. Hmm. I like ice creams. I am an Indian. Very good. So naturally, we can understand that the remaining three are negative sentences. Three of them are positives and three of them are negatives. So what is a negative sentence? As I told you, a negative sentence is a statement which tells that something is not. Something is not. So എന്തെങ്കിലും ഒന്ന് അല്ല എന്ന് പറയുന്നതിനെയാണ് we call it a negative sentence. And the most commonly used negative word is dash. What is the most common negative word that we use? No. No and no പറയാം കൂടുതൽ Don't. not. Don't എന്ന് പറയുന്നത് do plus not അല്ലേ? ഓക്കെ അപ്പൊ not ആണ് നമ്മൾ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ്. Don't എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് അല്ല. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ആൻ ഓക്സിലറി വേർബ് ആൻഡ് നെഗറ്റീവ് വേർഡ് നോട്ട്. ഡു പ്ലസ് നോട്ട് ആണ് ഡു നോട്ട്. ഡു ഒരു ഓക്സിലറി വേർബ് ആണ്. ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് നോട്ട് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതാണ് the most commonly used negative word or negative words. Now it is time to check what are the other negative words that we can use. So there is a list of 18 negative words in English. ഓക്കെ എസ് എസ് എൽ സി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഏതോ ഒരു ചാപ്റ്ററിന്റെ ബുക്ക് ബാക്കിൽ എക്സസൈസസിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ടൈപ്സ് ഓഫ് സെന്റൻസസും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് വേർഡ്സ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് കാണുന്നുണ്ട്. ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് 18 വേർഡ്സ് അറിഞ്ഞു വെച്ചാൽ ഈസി ആയിരിക്കും. So I will just read the list of negative words. No, not, nothing, neither, nor, never, nobody, no one, none, nowhere. അപ്പൊ 10 ആയി. Hardly, scarcely, rarely, barely, seldom, no sooner, few, and little. I again repeat. No, not, nothing, neither, nor, never, nobody, no one, none, nowhere. Hardly, scarcely, rarely, barely, seldom, no sooner, few, and little. So this makes totally 18 negative words. അപ്പൊ ഇതിൽ നോ നോട്ടും ആണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ആസ് വി ഡിസ്കസ്ഡ് കോമൺലി യൂസ് ചെയ്യുന്നത് അവരെയാണ്. അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ആളാണ് നത്തിങ്. നത്തിങ്, ഐ ഹാവ് നത്തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്നുമില്ല. പിന്നെ നെയ്തറും നോറും, നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നെയ്തർ നോർ ഒരേ സെന്റൻസിൽ ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ നെയ്തർ നോർ എന്ന് പറയുന്നത് ഒരു കോ റിലേറ്റീവ് കൺജങ്ഷൻ ആണ്. നെയ്തർ നോർ, എയ്തർ ഓർ ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. അപ്പൊ നെയ്തർ സെപ്പറേറ്റ്ലി നമുക്ക് നെയ്തറും നോറും യൂസ് ചെയ്യാൻ പറ്റുമോ? അതും കഴിയും നമുക്ക്. വെൻ യു ചെക്ക് ദ എക്സാമ്പിൾസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. നെയ്തർ മാത്രം ആയിട്ട് യൂസ് ചെയ്യാം, നോർ മാത്രമായിട്ടും യൂസ് ചെയ്യാം. നെയ്തർ നോറിന്റെ ഓപ്പോസിറ്റ് ആണ് എയ്തർ ഓർ എന്ന് പറയുന്നത്, ആൻഡ് ദാറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ പിന്നെ നെക്സ്റ്റ് വൺ നെവർ. നെവർ മീൻസ് what is never? ഒരിക്കലും ഇല്ല അങ്ങനെയാണോ? ഒരിക്കലും. യെസ് ഒരിക്കലും. നെവർ റിപ്പീറ്റ് ഇറ്റ് മീൻസ് ഒരിക്കലും ഇതിനി ആവർത്തിക്കരുത്. നെവർ റിപ്പീറ്റ് ഇറ്റ്. സോ നെവർ ഈസ് ഒരിക്കലും. നോബഡി, നോ വൺ, നൺ, ഇത് മൂന്നും സെയിം മീനിങ് ആണ്. നോബഡി ആരുമില്ല, നോ വൺ ആരുമില്ല, നൺ ആരുമില്ല. ഓക്കെ യു ക്യാൻ ടെൽ നോബഡി ഹെൽപ്ഡ് മീ ഓർ നോ വൺ ഹെൽപ്ഡ് മീ, നൺ ഹെൽപ്ഡ് മീ, മൂന്നിനും സെയിം മീനിങ് തന്നെ. നെക്സ്റ്റ് വൺ എന്താണ്? നോവേർ. നോവേർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോ? ഐ കാൺട്ട്, സോറി, ഐ സീ ഹിം നോവേർ. ഐ സീ ഹിം നോവേർ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എവിടെയും കാണുന്നില്ല. ഐ കാൺട്ട് സീ ഹിം എനിവേർ എന്ന് പറയുന്നതിന് തന്നെ ഐ സീ ഹിം നോവേർ എന്ന് പറയും. മനസ്സിലായില്ലേ? ഐ കാൺട്ട്, കാൺട്ട് എന്ന് പറഞ്ഞാൽ കനോട്ട്. ഐ കാൺട്ട് സീ ഹിം എനിവേർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ എവിടെയും കാണാൻ വയ്യ, കാണാൻ പറ്റുന്നില്ല എന്നുള്ള മീനിങ്. അതേസമയം ഐ സീ ഹിം നോവേർ എന്ന് പറഞ്ഞാലും ഞാൻ അവനെ എവിടെയും കാണുന്നില്ല. ബോത്ത് ദ സെന്റൻസസ് മീൻ ദ സെയിം. പക്ഷെ ഇങ്ങനെ എഴുതരുത്. ഐ കാൺട്ട് സീ ഹിം നോവേർ എന്ന് പറഞ്ഞ് എഴുതരുത്. രണ്ട് നെഗറ്റീവ് വേർഡ് ഒരുമിച്ച് ഒരു സെന്റൻസിൽ എഴുതിയാൽ ദാറ്റ് ഇസ് എറർ, റോങ് ആണ്. കാണ്ടില് നോട്ട് ഉണ്ട്, പിന്നെ നോവേർ പിന്നെയും. അപ്പൊ രണ്ട് നെഗറ്റീവ് വേർഡ്സ് ഷുഡ് നോട്ട് കം ടുഗെദർ ഇൻ എ സെന്റൻസ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ പിന്നെ നെക്സ്റ്റ് എന്താണ്? 11th വൺ ഹാർഡ്ലി. ഐ ഹാർഡ്ലി ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴേ സ്കൂളിലേക്ക് പോവാറുള്ളൂ. പിന്നെ റെയർലി എന്താണ്? സെയിം. ഐ റെയർലി ഗോ ടു കോളേജ്. ഞാൻ കോളേജിലേക്ക് വല്ലപ്പോഴേ പോവാറുള്ളൂ.
So hardly, rarely, meaning same. Then seldom. Seldom also means rarely. Have you heard of the famous saying in Malayalam? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. കേട്ടിട്ടുണ്ടോ? മലയാളത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു Yes, പഴഞ്ചൊല്ലാണ്. ma'am. Okay. So in English we call it barking dogs seldom bite. ഓക്കെ, അതാണ് ഇംഗ്ലീഷിൽ. അപ്പോ മലയാളത്തിൽ കടിക്കില്ല എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെൽഡം ബൈറ്റ്, റെയർ എന്നാണ് മീനിങ്, വല്ലപ്പോഴേ കടിക്കുള്ളൂ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ സെൽഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗെയിൻ റെയർലി. അപ്പൊ ഹാർഡ്ലി, റെയർലി, സെൽഡം, ഈ ത്രീ വേർഡ്സിനും മീനിങ് സെയിം ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? സ്കേഴ്സ്ലി. നമ്പർ 12, സ്കേഴ്സ്ലി. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ക്ഷാമം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, അതാണ്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് വാട്ടർ സ്കാസിറ്റി ഇൻ ട്രിവാൻഡ്രം, ദർ ഇസ് വാട്ടർ സ്കാസിറ്റി ഇൻ വയനാട് എന്നൊക്കെ പറഞ്ഞാൽ ജലക്ഷാമം എന്നാണ്. അപ്പൊ സ്കാസിറ്റി എന്ന് പറയുന്ന വേർഡ് എന്ന് തന്നെയാണ് സ്കേഴ്സ്ലി എന്ന് പറയുന്ന വേർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. ഓക്കെ, ലിറ്റിൽ ആ മീനിങ് തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്? റെയർലി. പിന്നെ 14th വൺ നോക്കൂ, ബെയർലി. ബെയർലി എന്ന് പറഞ്ഞാൽ എക്സാക്ട് വേർഡ് എന്താണെന്ന് വെച്ചാൽ കഷ്ടിച്ച്. കഷ്ടിച്ച്. ഐ ബെയർലി ഹാവ് 500 റുപ്പീസ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കഷ്ടിച്ച് 500 റുപ്പീസ് ഉണ്ട്. അപ്പൊ 500 പോലും ഉണ്ടോന്ന് അറിയില്ല, 500 പോലും ഉണ്ടോന്ന് അറിയില്ല. ദിസ് ഇസ് വേർ വി യൂസ് ബെയർലി. ഓക്കെ മക്കളെ, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്, പഠിക്കുക കേട്ടോ. പിന്നെ സെൽഡം ഞാൻ പറഞ്ഞ പോലെ ഹാർഡ്ലി, റെയർലി. അത് നോ സൂണർ. നോ സൂണർ എന്നുള്ളത് ഒരു പ്രത്യേക വേർഡാണ്. അത് വന്നിട്ട് നമ്മള് രണ്ട് ആക്ഷൻസ്, പാസ്റ്റിൽ കഴിഞ്ഞു പോയ രണ്ട് ആക്ഷൻസിൽ ഒന്ന് ആദ്യം നടന്നിട്ട് പിന്നെ ഒരു ആക്ഷൻ നടന്നു എന്ന് പറയില്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യില്ലേ, ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ നോ സൂണർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഫ്യൂ, വളരെ കുറച്ച്, ലിറ്റിൽ, വളരെ കുറച്ച്. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വേർഡ് ആയിട്ട് മാറും. വെറും ഫ്യൂ എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് എ നെഗറ്റീവ് വേർഡ്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വേർഡ് ആണ്. അതേപോലെ ലിറ്റിൽ എന്ന് മാത്രം Miss, പറഞ്ഞാൽ യെസ്, no sooner afternoon. നോ സൂണർ. Meaning നോ സൂണറിന്റെ മീനിങ് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. നോ സൂണർ ഞാൻ തിരിച്ചതിലേക്ക് തന്നെ വരാം, ലിറ്റിലും ഫ്യൂവും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഫ്യൂ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, ലിറ്റിൽ പറയുമ്പോഴും വളരെ കുറച്ചാണ്. പക്ഷെ എ ഫ്യൂ, എ ലിറ്റിൽ എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് വേർഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ വെറും ഫ്യൂ, ലിറ്റിൽ എന്നായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഫ്യൂ ബുക്സ് അറ്റ് മൈ ഹോം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വളരെ കുറച്ച് ബുക്സേ ഉള്ളൂ എന്നാണ്. അതുപോലെ ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ ബോട്ടലിൽ വളരെ കുറച്ച് വെള്ളമേ ബാക്കിയുള്ളൂ എന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഫ്യൂനും ലിറ്റിലിനും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു മേജർ ഡിഫറൻസ് ഉണ്ട്. ഡസ് someone know that? ഫ്യൂ ബുക്സ് എന്ന് പറയുന്നുണ്ട്, ലിറ്റിൽ വാട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിൽ തന്നെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ഫ്യൂ is used with what type of nouns and little is used with what type of nouns? ഓക്കെ, ബുക്സ് എന്ന് പറയുന്നത് എന്ത് നൗണാണ്? നൗൺസ് നമ്മൾ പഠിച്ചതാണ്. നൗൺ മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പാർട്സ് ഓഫ് സ്പീച്ചിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊനൗൺസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്താടാ പറയൂ, ബുക്സും വാട്ടറും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബുക്ക് എന്ത് നൗണാണ്, വാട്ടർ എന്ത് നൗണാണ്? പക്ഷെ ബുക്ക് എണ്ണാൻ പറ്റും, വെള്ളം എണ്ണാൻ പറ്റില്ല. അതന്നെ അതന്നെ, അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഗുഡ് ഗുഡ്, യു ആർ ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദ ആൻസർ. എണ്ണാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷില്? കൗണ്ട്. കൗണ്ടബിൾ. കൗണ്ടബിൾ നൗൺസ്. അപ്പൊ എണ്ണാൻ പറ്റാത്തതിന്, വാട്ടർ പോലെയുള്ളതിന് ഡിഡ് നോട്ട് കൗണ്ട്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ്? ഫ്യൂ ഇസ് യൂസ്ഡ് ഓൺലി വിത്ത് കൗണ്ടബിൾ നൗൺസ് ആൻഡ് ലിറ്റിൽ ഇസ് യൂസ്ഡ് ഓൺലി വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അപ്പൊ എന്താണ്? ഫ്യൂ ബുക്സ്, ഫ്യൂ പെൻസ്, ഫ്യൂ പെൻസിൽസ് ഒക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പൊ ഫ്യൂവിന്റെ കൂടെ ഒക്കെ നമുക്ക് കൗണ്ടബിൾ നൗൺസ് ഇൻക്ലൂഡ് ചെയ്യാം. വേറാസ് ലിറ്റിലിന്റെ കൂടെ ഒരു 2-3 അൺകൗണ്ടബിൾ നൗൺസ് പറയൂ മക്കളെ. വാട്ടർ, പിന്നെ സോയിൽ. soil. Very good. A little soil. Okay, very good. Dia, can you give an example? Fuel.
Fuel. Very good. Little fuel. Leah. Little dirty Yeah. എന്ന് പറയാം. Little Dirty. dirty. It's little dirty. Okay. Dirty എന്ന് പറയുന്നത് ഒരു എന്താണ്? It's not a thing. It is actually a state. ഒരു അവസ്ഥയാണ്. Okay. You can tell. Little dirty. Okay. ഫൈൻ പറയാം. അതൊരു തിങ്ങോ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റോ അല്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരു കണ്ടീഷൻ ആണത്. ഓക്കെ, ലെറ്റ് മീ ടെൽ എയർ. എയർ ഇസ് അൺകൗണ്ടബിൾ. നമ്മളെ ചുറ്റും എയർ ഉണ്ട്, ബട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ ഫ്യൂ ഇസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ് ആൻഡ് ലിറ്റിൽ ഇസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അപ്പൊ എ ഫ്യൂ എ ലിറ്റിലും ഇതേ റൂള് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോ സൂണർ എന്നുള്ള വേർഡ് അതിലേക്ക് വരാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻസ് ഉണ്ട്. ഈ ടെൻസിൽ നമ്മൾ രണ്ട് പാസ്റ്റിൽ കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ വന്നു എന്ന് പറയുമ്പോൾ വെൻ ഐ ലെഫ്റ്റ് മൈ ഹോം ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മഴ തുടങ്ങിയിരുന്നു. ഐ ക്യാൻ ടെൽ ദിസ് ലൈക്ക് ദിസ്: വെൻ ഐ ലെഫ്റ്റ് മൈ ഹോം ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. ഹാഡ് പ്ലസ് V3 ഫോമിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ രണ്ട് ആക്ഷൻസ് പറയുമ്പോൾ വിച്ച് ഹാപ്പൻഡ് ഫസ്റ്റ്? ഞാൻ വീട് ലീവ് ചെയ്തതാണോ, ഹൗസിൽ നിന്ന് ലീവ് ചെയ്തതാണോ, റെയിൻ വന്നതാണോ? വെൻ ഐ ലെഫ്റ്റ് മൈ ഹോം ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. മഴ തുടങ്ങിയിരുന്നു. അപ്പോ വിച്ച് വൺ ഹാപ്പൻഡ് ഫസ്റ്റ്? മാം ഒന്നുകൂടി പറയോ? വെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ് അല്ലെങ്കിൽ വെൻ ഐ ലെഫ്റ്റ് മൈ ഹോം ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. The rain has started. ഒബ്വിയസ്ലി അത് തന്നെ, ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആക്ഷൻ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് സെന്റൻസ് ഇസ് കോൾഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. രണ്ട് ആക്ഷൻസ് ഒരുമിച്ച് ഒന്നിന് പിന്നാലെ മറ്റൊന്ന് പാസ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതിൽ ആദ്യം നടന്ന ആക്ഷനെ നമ്മൾ ഹാഡ് പ്ലസ് V3 വെച്ചിട്ട് പറയും. ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. അപ്പൊ ദ റെയിൻ സബ്ജക്റ്റ്, ഹാഡ് പ്ലസ് V3 ഫോമാണ് റെയിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതേ സെന്റൻസിൽ തന്നെ ഞാൻ ഈ നോ സൂണർ അപ്ലൈ ചെയ്ത് പറയാം. നോ സൂണർ ഐ ലെഫ്റ്റ് മൈ ഹോം ദാൻ ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. നോ സൂണർ ഐ ലെഫ്റ്റ് മൈ ഹോം ദാൻ ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. നോ സൂണറിന്റെ കൂടെ ഒരു ദാനും കൂടെ വരും. ഓക്കെ, അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. നോ സൂണർ ഡോട്ട് 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 ദാൻ. അത് ഒരുമിച്ച് ഒരു ഫ്രേസിലേ നമ്മൾ പറയുള്ളൂ. നോ സൂണർ ഐ ലെഫ്റ്റ് മൈ ഹോം ദാൻ ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ്. അപ്പൊ അവിടെ ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ് ആണ് ഫസ്റ്റ് നടന്നത്. ഇവിടെയാണ് നോ സൂണർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് മീൻസ് ബോത്ത് ദ ആക്ഷൻസ് ചെറിയൊരു ടൈം ഗ്യാപ്പിൽ രണ്ടും കൂടെ വന്നു. ഓക്കെ, രണ്ടും കൂടെ ഒരുമിച്ച് വന്ന രീതിയിലാണ് ഇത് ഇപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ് us look at some examples. ഓരോരുത്തർ ഓരോ വേർഡിന്റെ സെന്റൻസ് റീഡ് ചെയ്യാം. ഓക്കെ, ഓരോ 18 വേർഡ്സിനും സെന്റൻസസ് തന്നിട്ടുണ്ട്. യെസ് യെസ്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദിയ. യാ, യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് വേർഡ് ആൻഡ് സെന്റൻസ്. Yes, ma'am. വേർഡും വായിക്കുക, സെന്റൻസും വായിക്കുക. Okay, ma'am. No, there is no money in the purse. വെരി ഗുഡ്. നോ എന്നാണ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ നോട്ട്. യെസ് ലിയ. Not, I'm not an Indian. വെരി ഗുഡ്. നെക്സ്റ്റ് ഇസ് നത്തിങ്. യെസ് ആദിനാഥ്. Nothing. There is nothing in the kitchen. വെരി ഗുഡ്. ഓക്കെ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇതിൽ ഞാൻ ടൈപ്പിംഗിൽ വന്നിട്ടില്ല, അതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. യെസ്, നെക്സ്റ്റ് വൺ നെയ്തർ. ഇവിടെ നെയ്തർ മാത്രം വെച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. നെയ്തർ നോർ ഇല്ല, വെറും നെയ്തർ മാത്രം. യെസ് അലോണ. Neither of you are fit for this job. വെരി ഗുഡ്. നെയ്തർ ഓഫ് യു ആർ ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജോബ് ഉണ്ട്. ആ ജോബിന് വേണ്ടിയിട്ട് ഒരു 10 പീപ്പിൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ബോസിന് മനസ്സിലായി ഈ 10 പീപ്പിളും ഈ ജോബിന് അൺഫിറ്റ് ആണ് എന്ന് മനസ്സിലായി. അപ്പോ നിങ്ങളിൽ ആരും ഈ ജോബിന് ഫിറ്റ് അല്ല എന്ന് പറയാനാണ് നെയ്തർ ഓഫ് യു ആർ ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ നെയ്തർ ഓഫ് യു കഴിഞ്ഞ് എന്തുകൊണ്ട് ഈസ് യൂസ് ചെയ്യാണ്ട് ആർ യൂസ് ചെയ്തു? ബിക്കോസ് ദർ ഇസ് മോർ ദാൻ വൺ പേഴ്സൺ. ഈവൻ 2 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നെയ്തർ ഓഫ് യു ആർ ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്ന് പറയും. ഓക്കെ,
Next is nor. Nor I will call Jia. Can you read nor? Yes, Hmm. ma'am. Nor. I can't drive. Nor he can. I can't drive, nor he can. എന്ന് പറഞ്ഞാൽ എനിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, nor he can. അവനും പറ്റില്ല. Okay, എനിക്കും പറ്റില്ല, അവനും പറ്റില്ല. Yes. Next one, never. Um, Dia. Yes, ma'am. Never. I never cheat others or never repeat this. Yes, never. ഒരിക്കലും എന്നുള്ള meaning. Yes, next is for Leah. Nobody. Nobody helped me during an emergency. Very good. Next is no one. No one. ആരും. അതിനകത്ത്. No one is aware of the news. Very good. Okay. Next is none. None എന്ന് പറയുമ്പോൾ വീണ്ടും സെയിം മീനിങ് ആണ്. Is Jia Jamon. None. None of you passed the exam. Okay. Now the next one is just a minute. Next word is no sooner. No sooner ഇവിടെ അലോണ ഇവിടെ പോയി. Alona has left the meet. Okay. Mumtaz, can you read it? Isra ആണോ അത്? Mumtaz ആണോ? Yes, ma'am. Yes, Isra. I can read for no sooner. No sooner. We had reached no sooner when the rain arrived. Very good. Okay. അപ്പൊ ഇവിടെ നോക്കൂ. We had reached no sooner when the rain arrived. അപ്പൊ ഇവിടെ റെയിൻ അറൈവ് ആയതാണോ ഫസ്റ്റ്, ഞങ്ങൾ റീച്ച് ആയതാണോ ഫസ്റ്റ്? ഞങ്ങൾ റീച്ച് ആയതാണ് ഇവിടെ ഫസ്റ്റ്. കാരണം വി ഹാഡ് റീച്ച്ഡ് എന്ന് വരുന്നുണ്ട്. എവിടെയാണോ ഹാഡ് പ്ലസ് V3 വരുന്നത് ആ പാർട്ടാണ് ആദ്യം നടന്നത്. കേട്ടോ, അതാണ് അതിന് മനസ്സിലാക്കാനുള്ള കോഡ്. അതാണ് നോ സൂണർ. ഇപ്പൊ വി ഹാഡ് റീച്ച്ഡ് നോ സൂണർ വെൻ ദ റെയിൻ അറൈവ്ഡ് എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതാം. വെൻ ദ റെയിൻ അറൈവ്ഡ് വി ഹാഡ് റീച്ച്ഡ് നോ സൂണർ. അതിന്റെ അർത്ഥം ഞങ്ങൾ ആദ്യം എത്തിയിട്ട് ഉടനെ മഴ വന്നു. എന്നാലും ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ. ഞങ്ങളാണ് ആദ്യം വന്നത്, പിന്നെയാണ് മഴ വന്നത്. ഇവിടെയാണ് നമ്മൾ ഈ നോ സൂണർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വി ഹാഡ് റീച്ച്ഡ് നോ സൂണർ വെൻ ദ റെയിൻ അറൈവ്ഡ് എന്നും എഴുതാം, ദാൻ ദ റെയിൻ അറൈവ്ഡ് എന്നും എഴുതാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ദാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് വെൻ ഐ വിൽ ചേഞ്ച് ഇറ്റ് ഇൻ ടു ദാൻ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. നെക്സ്റ്റ് ഇസ് നോവർ. Nowhere is for Alona. Alona, can you read for nowhere? I never see your wallet. Very good. Wallet. What is a wallet? Purse. Anyone? Purse. Very good. Wallet is a purse. Okay. Next one. Especially നമ്മൾ വാലറ്റ് എന്ന് പറയുമ്പോൾ ജെൻസിന്റെ ഒക്കെ വാലറ്റ് എന്ന് പറയും. ജെൻസ് വാലറ്റ്, ലേഡീസ് പേഴ്സ് എന്ന് പറയും. പക്ഷെ ജെൻസ് പേഴ്സ് എന്ന് പറയാം, തെറ്റില്ല. വാലറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹാർഡ്ലി. ഹാർഡ്ലി ദിയ. Yes, ma'am. I hardly go to temples. ഞാൻ വല്ലപ്പോഴേ ടെമ്പിൾസിൽ പോവുള്ളൂ എന്നാണ് പറയുന്നത്. റെയർലി അതാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സ്കേഴ്സ്ലി. ജിയ. Scarcely. There is scarcely some water in our water tank. Okay. Okay. Next is rarely. Isra. I rarely visit my friends. All right. Next is barely. Barely എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച്. Okay. Yes, Alona. He barely has 1,000 rupees with him. കഷ്ടിച്ച് അവന്റെ അടുത്ത് 1000 രൂപയുണ്ട്. നെക്സ്റ്റ് ഇസ് സെൽഡം. അതിനകത്ത് Seldom. Baking dogs Barking, seldom bite. Barking. Barking. Okay. Barking dogs bite seldom അല്ലെങ്കിൽ seldom bite. Okay. Next is for Dia. Yes, ma'am. Few. I have few books with me. Okay. Last one is for Jia. Little. There's little water in my bottle. വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് ഇതോടെ നമ്മുടെ നെഗറ്റീവ് വേർഡ്സ് കംപ്ലീറ്റ് ആയി. മെയിൻ ആയിട്ട് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂവും ലിറ്റിലും നമ്മൾ ഫ്യൂ ഇസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ്, ലിറ്റിൽ ഇസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അതേപോലെ തന്നെയാണ് എ ഫ്യൂനും എ ലിറ്റിലിനും. എ ഫ്യൂ വന്നിട്ട് ഒരു പോസിറ്റീവ് വേർഡ് ആണ്, എ ലിറ്റിലും പോസിറ്റീവ് വേർഡ് ആണ്. എ വന്നാൽ അത് പോസിറ്റീവ് ആകും,
അപ്പൊ എ ഫ്യൂ നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാം, എ ലിറ്റിൽ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഈ ഹാർഡ്ലി, റെയർലി, സെൽഡം ഇത് മൂന്നിനും ദ മീനിങ് ഇസ് സെയിം. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്നുള്ള മീനിങ്, ബെയർലി എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് എന്നാണ് മീനിങ്. പിന്നെ നോ സൂണർ എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ സെന്റൻസസ് എഴുതുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോവർ. നോവർ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും കാണുന്നില്ല. ഐ നോവർ സീ യുവർ ബൈക്ക് കീ എന്ന് പറഞ്ഞാൽ നിന്റെ ബൈക്കിന്റെ കീ ഞാൻ എവിടെയും കാണുന്നില്ല എന്നാണ് പറയുന്നത്. സോ വിത്ത് ദിസ് ചാപ്റ്റർ എൻഡ്സ്. സോ ദ ഹോംവർക്ക്, സ്റ്റഡി ദ നോട്ട്സ് വെൽ, റൈറ്റ് ഡൗൺ 10 എക്സാമ്പിൾസ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സെന്റൻസ്. ഓണായിട്ട് ചെയ്ത് നോക്കുക. ഓരോ ടൈപ്പ് സെന്റൻസും ഒരു 10 എഴുതി നോക്കുക. 10 അസേർട്ടീവ്, 10 ഇൻട്രോഗേറ്റീവ്, 10 ഇമ്പറേറ്റീവ്, അങ്ങനെ. ഓക്കെ, ദെൻ വൺ മോർ ടാസ്ക്, write down 20 negative sentences using negative words. So how many negative words are there in total? 18 ആണ്, ബട്ട് ഞാൻ ഒരു റൗണ്ടഡ് നമ്പർ ആയിട്ട് 20 എടുത്തു. അപ്പൊ ഒരു 20 സെന്റൻസസ് എഴുതി നോക്കുക. അപ്പൊ ഓരോ നെഗറ്റീവ് വേർഡിനും ഓരോ സെന്റൻസ് വെച്ച് എഴുതി നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, 20 ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ നെഗറ്റീവ് വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവില്ലേ, അതിനെടുത്ത് റിപ്പീറ്റ് ചെയ്യുക. ഈ നോ സൂണറോ അല്ലെങ്കിൽ മറ്റേ ബെയർലി, ഹാർഡ്ലി, അത് ഏതെങ്കിലും ഒക്കെ എടുത്ത് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ 20 ആയിക്കോളും. മനസ്സിലായില്ലേ? ഓക്കേടാ. സോ നൗ വി ജസ്റ്റ് ഹാവ് 10 more minutes. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ഇല്ല. വി വിൽ ജസ്റ്റ് ഡു ആൻ ആക്ടിവിറ്റി. ഓക്കെ, വി ഓൾറെഡി സ്റ്റഡീഡ് sentences. What is a sentence? What are the rules to write a sentence? Then dividing a sentence into subject and predicate. Then dividing it into SVO. Okay, pinna we also studied the types of sentences: assertive, interrogative, imperative, exclamatory, and today positive and negative sentences. പിന്നെ നമ്മളൊരു പാർട്ട് ഓഫ് സ്പീച്ചും കൂടെ പഠിച്ചു, നൗൺസ്. അപ്പൊ നമുക്ക് ഇനി തിരിച്ച് പാർട്സ് ഓഫ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും ടോപ്പിക്സ് കഴിഞ്ഞാലേ ഇനിയുള്ള ടോപ്പിക്സ് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രൊനൗൺസ് അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നൗൺ എടുത്താലേ നിങ്ങൾക്ക് ഈ കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ അത് നൗൺ എടുത്ത് ആദ്യം പോയത്. ഓക്കെ, സോ നൗ യു ഓൾ റിമെമ്പർ നോ വാട്ട് ഈസ് ദ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്? ഓർമ്മയില്ലേ എല്ലാവർക്കും? അപ്പൊ അത് നമുക്ക് ഒന്നൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തു നോക്കാം. സോ എ സബ്ജക്ട് ഇസ് വാട്ട് ദ സെന്റൻസ് ഇസ് അബൌട്ട്. ഓക്കെ, ഒരു സെന്റൻസിൽ എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ പറയുന്നത് അതാണ് സബ്ജക്ട്. എ പ്രെഡിക്കേറ്റ് ടെൽസ് us what the subject is or does. ഒരു സബ്ജക്ട് എന്താണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന പാർട്ടാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, സോ നൗ യു ക്യാൻ അണ്ടർലൈൻ ദ സബ്ജക്ട് ആൻഡ് സർക്കിൾ ദ പ്രെഡിക്കേറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. Since it is an online class, you can't underline or circle. So just tell what is the subject and predicate. Okay, so the first sentence is an example. I enjoy pizza with sausage and pepperoni. So here I is the subject. Enjoy pizza with sausage and pepperoni എന്ന് പറയുന്ന പാർട്ടാണ് predicate. ഇപ്പൊ predicateൽ ആരൊക്കെ ഉണ്ടാവും ശരിക്കും? ആരൊക്കെ ചേർന്നതാണ് predicate? ഇങ്ങനെ പഠിച്ചിട്ടല്ലേ നമ്മൾ പിന്നെ SVO എന്ന് മാറ്റിയത്. സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് പഠിച്ചിട്ടേ നമ്മൾ പിന്നെയാണ് സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റിലേക്ക് പോയത്. അപ്പൊ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ശരിക്കും അതിലുള്ളത്? Verb and object. എക്സാക്ട്ലി. വെരി ഗുഡ്. വിയും ഓവും ആണ് അതിലുള്ളത്. അപ്പോ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ചിലപ്പോൾ ലോങ് സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അത്രയും പാർട്ട് സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം. ബാക്കി പ്രെഡിക്കേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും വേർബ് എന്നായിരിക്കണം കേട്ടോ. അത് മൈൻഡിൽ വെക്കുക. യെസ്, നൗ ലെറ്റ് us start. Second question. The old house on the corner has a big garden in the backyard. I will start with Alona. Can you identify the subject and predicate? കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. The old house on the corner, subject, has a big garden in the backyard, predicate. Excellent, very good. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് ഹാസ് എ ബിഗ് ഗാർഡൻ ഇൻ ദ പ്രെഡിക്കേറ്റ് അത് മുതൽ നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയാൻ കാരണം? അതൊരു റീസൺ പറയാമോ അലോന? അലോന പറഞ്ഞത് കറക്റ്റ് ആണ്. അതിന്റെ കാരണം എന്താണ്? ഈ പറഞ്ഞതിന്റെ റീസൺ ഒന്ന് പറയാൻ പറ്റുമോ?
വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെന്ന്? കുറെ പേര് പറഞ്ഞു ദ ഓൾഡ് ഹൗസ് മാത്രമാണ് സബ്ജക്റ്റ് എന്ന് കുറെ പേര് എന്റെ സ്റ്റുഡൻസ് പറഞ്ഞു. പക്ഷെ ഹാസ് തുടങ്ങിയല്ലേ വെർബ് വരുന്നത്. ഹാസിന്റെ അവിടെയാണ് വെർബ് വരുന്നത്. അപ്പൊ വേർബ് മുതലേ നമ്മൾ പ്രെഡിക്കേറ്റ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ ആണോ ബോയ് ആണോ? സോറി, അലോണ ഗേൾ അല്ലേ? യെസ് മാം. Okay, very good girl. Okay, next question is for Dia. Lynn, my mom's best friend, plays cards with her family. Oh, she has left the meet. Yes, Leah, can you try? I think my mom's best friend is the subject, and Yes. plays with her family is the predicate. Very good. You are correct. Okay. Now moving to the fourth sentence. The hammer on the shelf can be used to work on the project. Adinath, can you try? Sharon, The fourth one. The hammer on the shelf can be used to work on the project. hammer, subject. ഹാമർ മാത്രാണോ സബ്ജക്റ്റ്? നമുക്ക് വേറെ ആരെങ്കിലും എടുത്ത് ചോദിച്ചാലോ? ജിയ ജോമോൻ, can you answer? Okay, ma'am. Hmm. The hammer on the shelf subject Hmm. can be used to work on project. Very good. That is? Okay, that part is the? അതെന്ത് പാർട്ടാണ് പറഞ്ഞില്ല? Okay, so the hammer on the shelf is the subject, can be used to work on the project എന്ന് പറയുന്നതാണ് predicate. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ predicate can എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിക്കോസ് can ആണ് ഇവിടുത്തെ വേർബ്. അപ്പൊ വേർബ് വരെ ഉള്ളത് സബ്ജക്റ്റും വേർബ് മുതൽ പിന്നെ അങ്ങോട്ടേക്കുള്ളത് വേർബ് കഴിഞ്ഞിട്ടുള്ള പിന്നീട് വരുന്ന പാർട്ട് predicate ആണ്. Okay, yes, next one. Our dog Rocky loves to chase sticks and balls. Who can do this? Isra, can you try? Guys, please respond. We have to do it quickly. It's already 8:57. Come on. Our dog Rocky loves to chase sticks and balls. Who can try this? Our dog, Okay, one by one. One by one. Yes, Isra? our dog Rocky is a subject. Loves to chase sticks and balls is a predicate. Very good. Okay, sixth one is for Leah. The shop owner Jay gives us free candy whenever we stop to say hello. The shop owner is the subject. J vere. Then give us free candy whenever we stop to say hello. Is the predicate. Very good. Okay. Jay മറക്കരുത്. ജയും കൂടെ subject ആണ്. Okay. Next is seventh Okay. one. Four more questions. A microwave and a blender cannot both fit on the counter in my kitchen. Okay. Gia, please try. Yes. A microwave and a blender is subject. Cannot both fit on the counter in my kitchen is predicate. Okay, good. Next is Amy, Carol, and Rachel went to France together for vacation. Who can try this? Adinath, can you try? Amy, Carola, and Richard is subject. Good. Friends together for vacation. 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 അത് എന്ത് പാർട്ടാണ്? Predicate. എന്താണ് പറയാ? Okay. So, went to France together for vacation എന്നുള്ളത് predicate ആണ്. Okay. Next question is for Alona. Tom and Anne are going to have dinner at the restaurant.
Tom and Anne is the subject. Are going to have dinner at the restaurant is the predicate. Very good. Now the last question. Anyone can answer. I'm not going to call a name. ആരെങ്കിലും ഒരാൾ പറയാം. My brother and my sister are studying in college. Who wants to try? My brother and my sister is a subject, are studying in college. Very good. Well done, students. Thank you. So yes, the time is 9. It's time to wind up our session. So thank you so much for joining today. Meet you all on next Sunday. Okay, so enjoy the weekend. Happy weekend. Tata, bye bye. Thank you, Miss.